നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ OSI മോഡലിനെ പറ്റിയാണ് പഠിച്ചത്. ഓക്കെ, 3 ദിവസം ഏതാണ്ട് ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനെ പറ്റിയും ഓരോ ലെയറിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓരോ ലെയറിലുള്ള പ്രോട്ടോക്കോൾസും ഡിവൈസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് TCP/IP മോഡലാണ് പഠിക്കേണ്ടത്. ആക്ച്വലി ഈ OSI മോഡൽ വേൾഡ് വൈഡായിട്ട് അംഗീകരിച്ച ഒരു മോഡലാണ്. എന്നാലും ഇൻ്റർനെറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞത് TCP/IP മോഡലാണ്. അപ്പോൾ OSI മോഡൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് പർപ്പസിനും അതുപോലെ തന്നെ ഒരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ OSI മോഡൽ യൂസ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് TCP/IP മോഡൽ നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ OSI മോഡൽ ഈസ് ജസ്റ്റ് എ റെഫറൻസ് അല്ലെങ്കിൽ ലോജിക്കൽ മോഡൽ. ഒരു റെഫറൻസ് മോഡലായിട്ടാണ് ഈ OSI മോഡൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഇറ്റ് വാസ് ഡിസൈൻ ടു ഡിസ്ക്രൈബ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബൈ ഡിവൈഡിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ഇൻ ടു സ്മോളർ കമ്പോണൻസ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു OSI മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ OSI മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ TCP/IP മോഡലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ OSI മോഡൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് TCP/IP മോഡൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, OSI മോഡലിനകത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഓരോ ലെയറും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ TCP/IP മോഡലിനകത്ത് 4 ലെയറാണ് ഉള്ളത്. ചിലയിടത്തിൽ 5 ലെയർ എന്ന് പറഞ്ഞ് കാണിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം, TCP/IPൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. TCP/IP മോഡൽ വാസ് ഡെവലപ്ഡ് by the Department of Defense (DoD) in 1970s based on standard protocols ARPANET. ഓക്കെ, ഈ ARPANET എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ടേമാണ് അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫസ്റ്റിലത്തുള്ള ഒരു പേരാണ് ARPANET എന്ന് പറയുന്നത്. അത് ഈ TCP/IP മോഡൽ ഈ ARPANET ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അത് അമേരിക്കയുടെ US-ൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത് 1970-കളിൽ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. TCP/IP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം. The TCP/IP model is concise version of OSI model. It contains 4 layers, unlike 7 layers in the OSI model. OSI മോഡലിനകത്ത് 7 മോഡലാണ് നമ്മൾ പഠിച്ചത്. TCP/IPനകത്ത് നമ്മൾ 4 ലെയറുകളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 4 ലെയർ. പക്ഷേ ചില പുസ്തകങ്ങളിലൊക്കെ TCP/IPയിൽ 5 ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 രീതിയിലും കാണിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 4ാമത്തെ ലെയറായിട്ടുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്ന ഈ ലെയറിനെ എന്താണ് TCP/IP മോഡലിൽ 2 ലെയർ ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ് ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും. നമ്മുടെ OSI മോഡലിനകത്തുള്ള ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ചേർന്നിട്ടാണ് TCP/IP മോഡലിനകത്തുള്ള ഈ ലാസ്റ്റ് ലെയറായിട്ടുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില കേസിൽ എന്താണ് ഇതിന് പകരം ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയറിന് പകരം ഇതാണ് ഡാറ്റ ലിങ്ക് ലെയർ എന്നുള്ളത് 4ാമത്തേതായിട്ടും 5ാമത്തേത് ഫിസിക്കൽ ലെയറായിട്ടും പരിഗണിക്കും. ഓക്കെ,
പക്ഷേ ഈ നെറ്റ്വർക്ക് ലെയർ, അതായത് ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറുമാണ് അതിൻ്റെ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 ലെയേഴ്സ് ആണ്. ഒന്ന് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നമ്മുടെ OSI മോഡലിൽ കണ്ട സെഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിനകത്താണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസും കൂടെ TCP/IP-നകത്ത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ലെയറിനകത്താണ് ഈ 3 ലെയറിൻ്റെയും ഫങ്ഷൻസ് ചെയ്യുന്നത്. അതായത് OSI മോഡലിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ എന്ന് 3 രീതിയിൽ 3 ലെയറായിട്ട് തന്നെ പഠിച്ചു. ഓക്കെ, ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചു. ഓക്കെ, പക്ഷേ TCP/IP മോഡലിനകത്ത് ആ 3 ലെയറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. അതായത് പ്രസൻറ്റേഷൻ ലെയറും സെഷൻ ലെയറും കൂടെ ഇതിനകത്തോട്ട് തന്നെ ആപ്ലിക്കേഷൻ ലെയറിനകത്തോട്ട് തന്നെ ആഡ് ചെയ്തു. പിന്നെ രണ്ടാമത്തേതായിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ. അത് ആണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ലെയർ. ഓക്കെ, നമ്മുടെ ഡാറ്റ ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു ലെയറാണത്. ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് ലെയറിലാണ്. പിന്നെ ഇൻ്റർനെറ്റ് ലെയർ. ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത് TCP/IP ലെയറിൽ ഇൻ്റർനെറ്റ് എന്ന് പറയും. OSI മോഡലിന് നെറ്റ്വർക്ക് ലെയറിന് തുല്യമായിട്ടുള്ള ഒരു ലെയറാണ് ഈ ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലെയർ. അപ്പോൾ അതിൻ്റെ രണ്ടും കമ്പയർ ചെയ്യുന്ന ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. OSI മോഡലാകുമ്പോൾ ഈ 7 ലെയർ നമ്മൾ പഠിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ. ഇതിനകത്ത് ഈ ഡാറ്റ ലിങ്കും ഫിസിക്കലും ചേർന്നാണ് നമ്മളെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ രൂപം കൊണ്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് നെറ്റ്വർക്ക് ലെയറിന് പകരമാണ് ഇൻ്റർനെറ്റ് ലെയർ. ഓക്കെ, അതിൻ്റെ മുകളിൽ കാണുന്ന ട്രാൻസ്പോർട്ട് ലെയർ സെയിം തന്നെയാണ്. ബാക്കി അതിൻ്റെ മുകളിൽ കാണുന്ന സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഈ 3 ടോപ്പ് ലെയറും കൂടി ചേർന്നിട്ടാണ് TCP/IP മോഡലിനകത്ത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ, ഒരു ഡിഫറൻസ് എന്താണ്, സിമിലാരിറ്റി എന്താണെന്നുള്ള ഒരു ചാർട്ട്. അപ്പോൾ വളരെ ഇതിനേക്കാൾ കൂടുതൽ, ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്താൽ ഓരോന്നിൻ്റെയും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരു ഫുൾ ഫോം ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, OSI എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ. പിന്നെ TCP/IP ലെയറിന് 4 ലെയറാണുള്ളത്. OSI മോഡലിന് 7 ലെയറാണുള്ളത്. TCP മോർ റിലയബിൾ ആണ് OSIനെ അപേക്ഷിച്ച്. ഓക്കെ, OSI മോഡൽ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി റിലയബിൾ ആണ് TCP/IP നെറ്റ്വർക്കിംഗ്. പിന്നെ TCP/IP ഡസ് നോട്ട് ഹാവ് എനി വെരി സ്ട്രിക്റ്റ് ബൗണ്ടറി. അപ്പോൾ ഓരോ ലെയറിൻ്റെയും ബൗണ്ടറി, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബൗണ്ടറി TCP/IPക്ക് അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല. പക്ഷേ OSI മോഡലിന് ഓരോ ലെയറിൻ്റെയും ബൗണ്ടറി സ്ട്രിക്റ്റ് ആണ്. പിന്നെ TCP/IP ഫ്ലോ എ ഹൊറിസോണ്ടൽ അപ്രോച്ച്. TCP/IPനകത്ത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. OSI മോഡലിനകത്ത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു ഫ്ലോ ആണ് വരുന്നത്.
ടി സി പി ഐ പിന്നകത്ത് ഓരോ ലെയറിനകത്തും ഉള്ള ഒരു ഇൻ്റർ കണക്ഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഹൊറിസോണ്ടൽ അപ്രോച്ച് വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ടി സി പി നെറ്റ്വർക്കിനകത്ത്. അതായത് ആപ്ലിക്കേഷൻ ലെയറും റിസീവർ സൈഡിലെയും സെൻഡർ സൈഡിലെയും ആപ്ലിക്കേഷൻ ലെയർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, നെറ്റ്വർക്ക് ലെയർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഹൊറിസോണ്ടൽ അപ്രോച്ച് എന്ന് പറയുന്നത്. OSI ലെയറിനകത്ത് ഇതാണ് ആപ്ലിക്കേഷൻ ലെയറിന് താഴോട്ടുള്ള ലെയർ, അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ ടി സി പി യൂസ് ബോത്ത് സെഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ലെയർ ഇൻ ദ ആപ്ലിക്കേഷൻ ലെയർ ഇറ്റ് സെൽഫ്. അതാണ് നേരത്തെ പറഞ്ഞത്, ആപ്ലിക്കേഷൻ ലെയറിനകത്ത് തന്നെയാണ് സെഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും യൂസ് ചെയ്യുന്നത്. ഏതിൽ? TCP IP മോഡലിനകത്ത്. OSI മോഡലിനകത്ത് ഈ 7 ലെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ TCP IP ഡെവലപ്ഡ് ദ പ്രോട്ടോകോൾസ് ദെൻ മോഡൽ. അതായത് TCP IP പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ആദ്യം ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതാണ് TCP IP മോഡൽ എന്നുള്ള ഒരു നെറ്റ്വർക്കിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു TCP IP മോഡൽ ക്രിയേറ്റ് ചെയ്തത്. OSI മോഡലോ? OSIനകത്ത് ആ ഒരു മോഡൽ, OSI മോഡൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് അതിനകത്താണ് TCP IP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആദ്യം OSIനകത്ത് ആദ്യം മോഡൽ ക്രിയേറ്റ് ചെയ്തു, OSI മോഡൽ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷമാണ് പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ TCPയിൽ അങ്ങനെയല്ല, ആദ്യം പ്രോട്ടോക്കോളാണ് ക്രിയേറ്റ് ചെയ്തത്, അതിനുശേഷമാണ് TCP IP എന്ന മോഡൽ വരുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ in TCP IP does not provide assurance delivery of packets. ഇത് TCP IPനകത്ത് എന്താണ് ഡാറ്റ ഡെലിവറി അഷ്വറൻസ് കൊടുക്കുന്നില്ല. OSI മോഡലിനകത്ത് ഓരോ ലെയറിലെയും ട്രാൻസ്പോർട്ട് ലെയർ എന്താണ് പ്രൊവൈഡ് അഷ്വറൻസ്, ഡാറ്റ ഡെലിവറി അഷ്വറൻസ് കൊടുക്കുന്നുണ്ട്. ഒരു അക്നോളജ്മെൻറ്റ് സ്വീകരിച്ച് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് OSI മോഡലിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. പിന്നെ TCP IP മോഡൽ നെറ്റ്വർക്ക് ഓൺലി പ്രൊവൈഡ്സ് കണക്ഷൻ ലെസ് സർവീസ്. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. OSI മോഡലിനകത്ത് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസാണ് കൊടുക്കുന്നത് അല്ലേ? അത് മോളിൽ പറഞ്ഞ കാര്യവും സെയിം തന്നെ. ഡെലിവറി അഷ്വറൻസ് എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പക്ഷേ OSIനകത്ത് കണക്ഷൻ ലെസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡും കൊടുക്കുന്നുണ്ട്. ബോത്ത് സർവീസസ് കൊടുക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള സർവീസും OSI മോഡലിനകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ TCP IPനകത്ത് കണക്ഷൻ ലെസ് സർവീസ് മാത്രമാണ് കൊടുക്കുന്നത്. പ്രോട്ടോകോൾസ് കനോട്ട് ബി റീപ്ലേസ്ഡ് ഈസിലി ഇൻ TCP IP മോഡൽ. TCP IPനകത്ത് ഓരോ പ്രോട്ടോക്കോളും എന്താണ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഏത് പ്രോട്ടോക്കോളാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. OSI മോഡലിനകത്ത് പ്രോട്ടോകോൾസ് എന്താണ് ബെറ്റർ കവേർഡ് ആസ് ഈസി ടു റീപ്ലേസ് വിത്ത് ചേഞ്ച് ഇൻ ടെക്നോളജി. OSI മോഡൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഇത് പ്രോട്ടോകോൾസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ TCP IPനകത്ത് പ്രോട്ടോകോൾസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെറ്റ്വർക്ക് ലെയർ കോമ്പിനേഷൻ. നെറ്റ്വർക്ക് ലെയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. TCPനകത്ത് എന്താണ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയറിൻ്റെയും ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും കോമ്പിനേഷനാണ്. ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ TCP IP ഹെഡർ സൈസ് 20 bytes ആണ്. നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെഡർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് 20 bytes ആണ് ഹെഡറിൻ്റെ സൈസ്. OSI മോഡലിനകത്ത് ഹെഡറിൻ്റെ സൈസ് 5 bytes ആണ്. അതാണ് ഒരു കമ്പാരിസൺ OSI മോഡലും
TCP/IP മോഡലും നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഇതാണ്. അതിലുള്ള ഇതൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെക്കണം. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചുകൂടായികയില്ല. ഈ ഒരു കമ്പാരിസൺ അല്ല, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഓരോ ലെയർ വെച്ചിട്ട് പഠിക്കുകയാണ്. നമ്മൾ TCP OSI മോഡലിനകത്ത് ഫിസിക്കൽ ലെയർ വെച്ച് തുടങ്ങി. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ആക്സസ് ലെയർ വെച്ചാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് TCP/IP മോഡൽ. ഓക്കെ, ഏറ്റവും താഴെയുള്ള, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ കേബിളുമായിട്ട് വരുന്ന ഭാഗമാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഓക്കെ, കേബിളും അതുപോലെ തന്നെ റൗട്ടർ അല്ല, കേബിളുകളും സ്വിച്ചുകളും NIC കാർഡുകളൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ആക്സസ് ലെയറിലാണ് വരുന്നത്. നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ഡിഫൈൻഡ് ഇൻ OSI മോഡൽ. അപ്പോൾ OSI മോഡലിലുള്ള ഡാറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഇറ്റ് ഡിഫൈൻസ് ഹൗ ഡാറ്റ ഷുഡ് ബി സെൻഡ് ഫിസിക്കലി ത്രൂ ദ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ, അതായത് OSI മോഡലിനകത്ത് എന്താണ് ഡാറ്റ എങ്ങനെയാണ് സെൻഡ് ചെയ്തത്, അനലോഗ് ഡാറ്റ വേണോ, ഫിസിക്കൽ ഡാറ്റ വേണോ, ഏത് ടോപ്പോളജിയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അതേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഏത് ടൈപ്പ് കേബിളാണ്, ഏത് ടൈപ്പ് ടോപ്പോളജിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതിൻ്റെയും ലോവസ്റ്റ് ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയറാണ്. ഏറ്റവും താഴെയുള്ള ലെയറാണ്. ദിസ് ലെയർ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ദ ഡിവൈസസ് ഓൺ ദ സെയിം നെറ്റ്വർക്ക്. ഓക്കെ, ഒരു നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ് ഇൻ ദ സെയിം നെറ്റ്വർക്ക്. ഓക്കെ, മറ്റുള്ള നെറ്റ്വർക്കായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ലെയറും പിന്നെ ട്രാൻസ്പോർട്ട് ലെയറും ഒക്കെ വന്നാലാണ് മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ സെയിം നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറഞ്ഞാൽ സെയിം നെറ്റ്വർക്കിനകത്ത് ഡാറ്റ ട്രാൻസ്ഫറിന് റെസ്പോൺസിബിൾ ആണ്. ഫങ്ഷൻസ് carried out by this layer are encapsulating the IP datagram into frames transmitted by the network and mapping of IP address into physical address. അപ്പോൾ ഈ ഒരു ലെയറിനകത്ത് എന്താണ് ഫ്രെയിമുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ IP അഡ്രസ് മാപ്പിംഗ് നടക്കുന്നുണ്ട്. Okay, networking and mapping of IP address into physical address. Protocols used by the network access layer are Ethernet, token ring, FDD, X25, frame relay. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്. ഈ പ്രോട്ടോകോൾസ് ഒബേ ചെയ്യുന്നേ ഉള്ളൂ, ഇത് ജനറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഈ പ്രോട്ടോകോൾസ് ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും മറ്റുള്ള പ്രോട്ടോകോൾസ്, ഇത്തരം പ്രോട്ടോകോൾസ് ഇതിനകത്ത് വർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇതൊരു പുതിയ പ്രോട്ടോകോളായിട്ട് ഒരു റൂൾസ് അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. പ്രോട്ടോകോൾസ് ഇതിനകത്ത് വർക്ക് ചെയ്യും. നേരത്തെയുള്ള മറ്റുള്ള എല്ലാ പ്രോട്ടോകോൾസും ഇതിനകത്ത് വർക്ക് ചെയ്യും. സം ഓഫ് ദ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ നെറ്റ്വർക്ക് ആക്സസ് ലെയേഴ്സ്. നെറ്റ്വർക്ക് ആക്സസ് ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ നമ്മൾ OSI മോഡലിൽ പറഞ്ഞ ഏതാണ്ട് അതേ ഡിവൈസുകളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇപ്പോൾ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു പോർട്ടിലുള്ള സിഗ്നൽ മറ്റുള്ള എല്ലാ പോർട്ടിലോട്ടും സ്പ്രെഡ് ചെയ്യും.
നമ്മുടെ USB ഹബ്ബ് പോലെ ഒക്കെ തന്നെ. അതായത് ഹബ്സ് ആർ ഡിവൈസസ് കോമൺലി യൂസ്ഡ് ടു കണക്ട് സെഗ്മെൻറ്റ്സ് ഓഫ് എ ലാൻ. ഒരു ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്തുള്ള മറ്റുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാനാണ് ഹബ്ബുകൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഇതിനകത്തുണ്ടാവും. when signal is at any input port, this signal will be made at all outputs except the one it is coming from. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 8 പോർട്ടുള്ള ഒരു ഹബ്ബ് ആണെങ്കിൽ ഒന്നാമത്തെ പോർട്ടിൽ നമ്മൾ ഒരു സിഗ്നൽ കൊടുക്കുന്നു. മറ്റുള്ള കമ്പ്യൂട്ടറിന് ഉള്ള ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ നമ്പർ 1 നിന്ന് ഒരു കേബിൾ എടുത്ത് പോർട്ട് നമ്പർ 1 കൊടുത്തു. ഹബിൻ്റെ അകത്തുള്ള പോർട്ട് 1 നമ്മൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് സിഗ്നൽ കൊടുത്താൽ ആ സിഗ്നൽ പോർട്ട് നമ്പർ 2, 3, 4 അങ്ങനെ 8 വരെയുള്ള എല്ലാ പോർട്ടിലും ഈ ഒന്നാമത്തെ സിഗ്നലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത്, this signal will be made at all output port except the one it is coming from. അപ്പോൾ ഏതിൽ നിന്നാണോ വന്നത് നമ്മൾ കൊടുത്ത അതിനകത്തോട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി ആ ഡാറ്റ ഉണ്ട്. അപ്പോൾ ആ ഡാറ്റ മറ്റുള്ള പോർട്ടുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ ഡാറ്റ ആ മറ്റുള്ള 8 കമ്പ്യൂട്ടറിൻ്റെ ഇഥർനെറ്റ് പോർട്ടിലും ആ ഡാറ്റ വരും. അത്രയും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കും അവിടെ. ഹബ്ബ് വഴി അത്രയും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ട്രാൻസ്ഫർ അല്ല, ഡാറ്റ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് കമ്പ്യൂട്ടറാണോ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടർ മാത്രമാണ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഹബിൻ്റെ ഒരു ഉപയോഗം. കേബിളുകൾ ഇൻ എ വയർഡ് ആർക്കിടെക്ചർ, cables are used to interconnect the devices. Cables are used to interconnect the devices. Some of the type of cables are coaxial cable, optical fiber cable and twisted pair cable. ഇത് നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെ ടൈപ്പാണ് കേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റിപ്പീറ്റർ നോക്കി വെക്കുക എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്. Repeaters are used in the transmission system to regenerate analog or digital signals. Regenerate analog or digital signal distorted by the transmission loss. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ലെങ്ത് കാരണം സിഗ്നലിൻ്റെ ലോസ് വരും, ട്രാൻസ്മിഷൻ ലോസ് വരും. ആ ഒരു ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സിഗ്നൽ അത് കേബിൾ കഴിഞ്ഞ ഉടനെ ഒരു റിപ്പീറ്റർ കണക്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റർ കണക്ട് ചെയ്താൽ എന്താണ്, ആ ഒറിജിനൽ സിഗ്നലിൻ്റെ ഒരു റീജനറേറ്റഡ് ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സിഗ്നൽ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അടുത്തുള്ള ഡിവൈസിൽ, തൊട്ടടുത്ത ഡിവൈസിലൊക്കെ ആണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിവൈസിൽ കറക്റ്റ് സിഗ്നൽ തന്നെ കിട്ടും. അനലോഗ് റിപ്പീറ്റേഴ്സ് ക്യാൻ ഓൺലി ആംപ്ലിഫൈ ദ സിഗ്നൽ. വെറാസ് ഡിജിറ്റൽ റിപ്പീറ്റർ ക്യാൻ റീപ്രൊഡ്യൂസ് എ സിഗ്നൽ ടു നിയർ ഇറ്റ്സ് ഒറിജിനൽ ക്വാളിറ്റി. ഒരു അനലോഗ് റിപ്പീറ്റർ സിഗ്നലിനെ ആംപ്ലിഫൈ ആണ് ചെയ്യുന്നത്. പക്ഷേ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ റിപ്പീറ്റർ ആണെങ്കിൽ അവിടെ ഒറിജിനൽ സിഗ്നലിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്, ഒരു റീജനറേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ക്വാളിറ്റിയുള്ള ഇൻപുട്ട് സിഗ്നൽ പോലെ തന്നെയുള്ള ഒരു ക്വാളിറ്റിയുള്ള സിഗ്നൽ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നെറ്റ്വർക്ക് ആക്സസ് ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളും നെറ്റ്വർക്ക് ആക്സസ്സിലുള്ള ഫങ്ഷനും കമ്മ്യൂണിക്കേഷൻ്റെ, അതായത് ഈ ഒരു TCP/IP ലിങ്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ TCP/IP മോഡലിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയറാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകളാണ് ഇഥർനെറ്റ്, ടോക്കൺ റിങ്, FDD. ഇഥർനെറ്റ് എന്ന് പറയുന്നത് ഒരു കേബിളിൻ്റെ പേരാണെങ്കിലും എന്താണ്, അതൊരു പ്രോട്ടോക്കോളും കൂടിയാണ് കേട്ടോ. നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇഥർനെറ്റ് പ്രോട്ടോക്കോൾ. ETH എന്ന് പറയും, ഇഥർനെറ്റ് പ്രോട്ടോക്കോൾ. പിന്നെ ഇൻ്റർനെറ്റ് ലെയർ. ഇൻ്റർനെറ്റ് ലെയർ ആണ് നമ്മുടെ ഇതിൽ വരുന്ന രണ്ടാമത്തെ ലെയർ അല്ലേ. താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ലെയർ ഇൻ്റർനെറ്റ് ലെയർ ആണ്. ഇൻ്റർനെറ്റ് ലെയർ ഈസ് ദ സെക്കൻഡ് ലെയർ ഓഫ് ദ TCP/IP മോഡൽ. ഓക്കെ. ഇൻ്റർനെറ്റ് ലെയർ ഓൾസോ നോൺ ആസ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ നെറ്റ്വർക്ക് ആക്സസ് ലെയറും ഇതും തമ്മിൽ മാറിപ്പോരുത്. ഓക്കെ. TCP/IP മോഡലിനകത്തുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നുള്ളതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെയർ. പക്ഷേ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നതിനെ നമ്മൾ നെറ്റ്വർക്ക് ലെയർ എന്നും കൂടെ പറയും. പക്ഷേ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നല്ല കേട്ടോ, അത് ഓർത്ത് വെക്കുക. നെറ്റ്വർക്ക് ലെയർ എന്നും കൂടെ പറയും ഇതിന്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ലെയർ തന്നെ പഠിച്ചാൽ മതി. അതാണ് കൂടുതൽ ഓർത്ത് വെക്കാൻ എളുപ്പവും പിന്നെ രണ്ട് മോഡലായിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കുകയും ചെയ്യും. ഓക്കെ. നെറ്റ്വർക്ക് ആക്സസ് ലെയർ, രണ്ടാമത്തേത് വരുന്നത് ഇൻ്റർനെറ്റ് ലെയർ. അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ സൈഡായിട്ട് ഓർത്ത് വെക്കുക, ഇൻ്റർനെറ്റ് ലെയറിനെ നെറ്റ്വർക്ക് ലെയർ എന്നും കൂടെ പറയും. ഓക്കെ. ഒന്നാമത്തേത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ്. അതിനും വേറെ ഒരു പേരൂടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇല്ല, വേറെ പേരല്ല. ഈ ഒരു ഫിസിക്കൽ ലെയറും ഡാറ്റാ ലിങ്ക് ലെയറും ചേർന്നതാണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇൻ്റർനെറ്റ് ലെയറിനകത്ത് ഇനി വരുന്നത് മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ടു സെൻഡ് പാക്കറ്റ്സ് ഫ്രം എനി നെറ്റ്വർക്ക് ആൻഡ് they arrive at the destination irrespective of their route they take. ഓക്കെ. ഏത് റൂട്ടിൽ നിന്നാണ്, അതായത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടർ, ഇപ്പോൾ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിനകത്ത് നിന്ന് നമുക്ക് ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൽ എത്തും. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റൂട്ട്, ഏത് റൂട്ടായാലും ശരി, ഏതെങ്കിലും ഒരു റൂട്ട് വഴി അത് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കും. ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ടു സെൻഡ് ദ ഡാറ്റ ഫ്രം എനി നെറ്റ്വർക്ക് ആൻഡ് ദേ അറൈവ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റൂട്ട് ദേ ടേക്ക്. ഓക്കെ. ഏത് റൂട്ടിൽ എന്നുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഏതെങ്കിലും ഒരു റൂട്ടിൽ, അതായത് ഷോർട്ടസ്റ്റ് റൂട്ടോ ലോങ്ങസ്റ്റ് റൂട്ടോ, മാക്സിമം ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുക. ഓക്കെ. എന്തായാലും ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കും. ഫോളോയിങ് ആർ ദ പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ ദിസ് ഇൻ്റർനെറ്റ് ലെയർ. ഓക്കെ. IP പ്രോട്ടോകോൾ. IP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് മാത്രമല്ല. ഓക്കെ. അതൊരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ. അഡ്രസ്സിങ് സിസ്റ്റമാണ്. ഓക്കെ. IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷേ IP അഡ്രസ്സ് എന്ന് പറയുന്നത് അങ്ങനെ IP അഡ്രസ്സിങ് സിസ്റ്റമാണ്. പക്ഷേ IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു റൂള് തന്നെയാണ്. ഓക്കെ. വെറും ഒരു നമ്പർ മാത്രമായിട്ട് നമ്മൾ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്ന അതിന് മാത്രമല്ല പറയുന്നത്. IP protocol is used in this layer and it is the most significant part of the entire TCP/IP suite. അപ്പോൾ TCP/IP സ്യൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണ് IP പ്രോട്ടോക്കോൾ. അതുപോലെ തന്നെ
പ്രധാനപ്പെട്ടതാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും. ഓക്കെ, TCPയും ഇമ്പോർട്ടൻ്റ് ആണ്, IP-യും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, IP പ്രോട്ടോക്കോൾ ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വെറും ഒരു IP അഡ്രസ്സിങ് മാത്രമല്ല. ഓക്കെ, IP അഡ്രസ്സിങ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. IP പ്രോട്ടോക്കോളിൻ്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് IP അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ദിസ് പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻറ്റ്സ് ദ ലോജിക്കൽ ഹോസ്റ്റ് അഡ്രസ് നോൺ ആസ് IP അഡ്രസ്. ഓക്കെ, IP പ്രോട്ടോക്കോളാണ് IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് അതിൻ്റെ പേര് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. The IP addresses are used by the internet and higher layer to identify the device and to provide network routing. ഈ IP അഡ്രസ്സ് വെച്ചാണ് നമ്മൾ ഇൻ്റർനെറ്റിലുള്ള ഓരോ കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഏതൊരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൽ കണക്റ്റ് ചെയ്താലും അതിനൊരു വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ടും കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ റൗട്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. റൗട്ടറിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. DHCP എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട്, ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ DHCP. അപ്പോൾ DHCP എനേബിൾ ചെയ്താണെങ്കിൽ റൗട്ടറിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസിനും ഓരോ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ IP പ്രോട്ടോക്കോൾ തന്നെയാണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പാത്ത് ത്രൂ വിച്ച് ദ ഡാറ്റ ടു ബി ട്രാൻസ്മിറ്റഡ്. അതും IP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷനിൽ പെടുന്നതാണ്. പിന്നെ ഡാറ്റ എൻകാപ്സുലേഷൻ ആൻഡ് ഫോർമാറ്റിംഗ്. An IP protocol accepts the data from the transport layer protocol. ഓക്കെ, ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ മുകളിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ് ഡാറ്റ ഇൻ്റർനെറ്റ് ലെയറിലോട്ട് വരുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, അത് IP പ്രോട്ടോക്കോൾ ആക്സെപ്റ്റ് ദ ഡാറ്റ ഫ്രം ട്രാൻസ്പോർട്ട് ലെയർ. അല്ലേ, അത് നമുക്ക് ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ എന്താണ്, ഇൻ്റർനെറ്റ് ലെയറിലേക്ക് ഡാറ്റ വരുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ്. മുകൾ ഭാഗത്ത് രണ്ടാമത് വരുന്ന ആണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ നേരെ താഴെ വരുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. അവിടെ നിന്നാണ് ഇൻ്റർനെറ്റ് ലെയറിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ എൻകാപ്സുലേഷൻ ആൻഡ് ഫോർമാറ്റിംഗ്. The IP protocol accepts the data from the transport layer protocol. An IP protocol ensures that data is sent and received respectively securely. It encapsulates the data into message known as IP datagram. അപ്പോൾ ഡാറ്റേനെ കൺവേർട്ട് ചെയ്ത് സെഗ്മെൻറ്റ്സുകളൊക്കെ ആക്കുന്നതും പിന്നെ അതിനകത്ത് പിന്നെ ഹെഡറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതും ഈ IP പ്രോട്ടോക്കോളാണ്. പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. ദ ലിമിറ്റ് ഇമ്പോസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ IP ഡാറ്റാഗ്രാം ആൻഡ് ദ ഡാറ്റ ലിങ്ക് ലെയർ ഈസ് നോൺ ആസ് ദ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. ഇപ്പോൾ ഒരു IPയുടെ ഡാറ്റാഗ്രാം, അതായത് IPയുടെ എന്നല്ല, നമ്മുടെ ഡാറ്റ പാക്കേജുകളാക്കിയിട്ട് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. നമ്മുടെ ഡാറ്റേനെ ചെറിയ സെഗ്മെൻറ്റുകളാക്കിയിട്ട് അല്ലെങ്കിൽ ഫ്രെയിമുകളാക്കി ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാക്കേജിനും ഒരു സൈസ് ഉണ്ട്. അപ്പോൾ വലിയ ഡാറ്റയാണെങ്കിൽ വെറുതെ ആ വലിയൊരു ഡാറ്റയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഓരോ ഡാറ്റയ്ക്കും ഒരു സൈസ് ഉണ്ട്, മാക്സിമം സൈസ് ഉണ്ട്.
അതാണ് മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്, MTU എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു MTUവിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ സൈസെങ്കിൽ എന്താണ്, വീണ്ടും അവിടെ നിന്ന് ഒരു ഡിവിഷൻ കൂടെ നടക്കും. വീണ്ടും സ്മോളർ പാക്കറ്റായിട്ട് ബ്രേക്ക് ചെയ്യും ഡാറ്റയെ. ഓക്കെ, ഇഫ് ദ സൈസ് ഓഫ് ദ IP ഡാറ്റാഗ്രാം ഈസ് ഗ്രേറ്റർ ദാൻ ദ MTU യൂണിറ്റ്. അപ്പോൾ ഈ IP ഡാറ്റാഗ്രാം എന്ന് പറയുന്നത് IP അസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഓക്കെ, IP അസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റ സെഗ്മെൻറ്റിനെയാണ് IP ഡാറ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടാർഗറ്റിലാണോ എത്തേണ്ടത് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡാറ്റയിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആണ്. അപ്പോൾ then the IP protocol split the datagram into smaller units so that it can travel over the local network. അപ്പോൾ ഒരു വലിയ ഡാറ്റ ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, IP ഡാറ്റാഗ്രാം ചെക്ക് ചെയ്യും, അതിൻ്റെ സൈസ് MTUവിനേക്കാൾ കൂടുതലാണോ, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റിനേക്കാൾ കൂടുതലാണോ അതിൻ്റെ IP ഡാറ്റാഗ്രാം സൈസ് എന്നുള്ളത് നോക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഡാറ്റാഗ്രാമിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ യൂണിറ്റുകളാക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡാറ്റ നെറ്റ്വർക്ക് വഴി ട്രാവൽ ചെയ്യും. ദ ഫ്രാഗ്മെൻറ്റേഷൻ ക്യാൻ ബി ഡൺ ബൈ ദ സെൻഡർ ഓർ ഇൻ്റർമീഡിയറ്റ് റൗട്ടർ. ഓക്കെ, എവിടെ നിന്നാണോ ഈ ഒരു MTU ആയി മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അവിടെ വെച്ചാണ് എവിടെ നിന്നാണോ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അതായത് ഈ സെഗ്മെൻറ്റിൻ്റെ സൈസ് MTUവിനേക്കാൾ കൂടുതലാണെന്നുള്ളത് ചിലപ്പോൾ സെൻറ്റർ സൈഡിൽ നിന്നായിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതല്ല റൗട്ടറിനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ റൗട്ടറിനകത്ത് നിന്ന് ഡാറ്റേനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അറ്റ് ദ റിസീവർ സൈഡ് ഓൾ ദ ഫ്രാഗ്മെൻറ്റ്സ് ആർ റീഅസംബിൾഡ് ടു ഫോം ദ ഒറിജിനൽ മെസ്സേജ്. റിസീവ് ചെയ്യുന്ന സെർവർ സൈഡിൽ എന്താണ് ചെയ്യുന്നത്, ഈ ഡാറ്റ 1 by 1 സീക്വൻസ് ആയിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ വരുന്ന ഡാറ്റയെ അതിൻ്റെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട് അല്ലേ, ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ മിസ്സിങ് ഒന്നും ഇല്ലാത്ത ഡാറ്റ സെർവറിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ പ്രകാരം, ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ ഫസ്റ്റ് വന്നതിനെ ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അതേ രീതിയിൽ ഒറിജിനൽ ഡാറ്റേനെ റീഫോം ചെയ്തെടുക്കും. ഓക്കെ, നേരത്തെ സ്പ്ലിറ്റാക്കി പാർട്ടാക്കി മാറ്റിയ ഡാറ്റ യൂണിറ്റുകളെ റിസീവർ സൈഡിൽ എല്ലാം അസംബിൾ ചെയ്തിട്ട് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റും. അതും IP പ്രോട്ടോക്കോളിൻ്റെ വർക്കിൽ പെടുന്നതാണ്. പിന്നെ റൗട്ടിംഗ്. When IP datagram sent over the same local network such as LAN, MAN, it is known as direct delivery. ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്താണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡയറക്റ്റ് ഡെലിവറി എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഒരു സ്കൂളിനകത്ത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ ഡെലിവറി ആണെങ്കിൽ അത് ഇൻ്റർനെറ്റ് വഴി ആണെങ്കിലും അപ്പോൾ അതിനെന്താണ് ഡയറക്റ്റ് ഡെലിവറി എന്ന് പറയും. അപ്പോൾ അത് ഇൻ്റർനെറ്റ് കൂടെ പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റൗട്ടറിലൂടെ അല്ലെങ്കിൽ സ്വിച്ചിലൂടെ വന്നിട്ട് എന്താണ് ആ ഡാറ്റ ആ ഒരു സെയിം ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവും. ഈസിയസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് വഴി പോകേണ്ടി വരില്ല. ഓക്കെ, അതിന് ഡയറക്റ്റ് ഡെലിവറി എന്ന് പറയും. വെൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആർ ഓൺ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക്, then IP datagram is sent indirectly. This can be accomplished by routing the IP datagram through various devices such as routers. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു കമ്പ്യൂട്ടറിന് ഈ ഗൂഗിൾ പോലെയുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് ഡാറ്റ കിട്ടേണ്ടത്. ഓക്കെ, സോഴ്സും ഡെസ്റ്റിനേഷനും വേറെ വേറെ നെറ്റ്വർക്ക് ആണെങ്കിൽ, ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് നെറ്റ്വർക്ക് ആണെങ്കിൽ എന്താണ് വെറും സ്വിച്ചോ ഹബ്ബോ മാത്രം മതിയാവില്ല. അതിന് റൗട്ടിംഗ് കപ്പാസിറ്റി ഉള്ള, അതായത് റൗട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള റൗട്ടർ പോലത്തെ ഡിവൈസുകൾ വേണ്ടി വരും.
Okay, this can be accomplished by the routing the IP datagram through various devices such as routers. റൗട്ടർ പോലുള്ള ഡിവൈസ് കണക്ട് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനകത്തു നിന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. പിന്നെ ഇൻ്റർനെറ്റ് ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ് ARP പ്രോട്ടോക്കോൾ, അതായത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ അഡ്രസ്സ് റിട്രീവ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ARP ഈസ് എ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് ഫ്രം IP അഡ്രസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്, അതായത് MAC അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ARP അല്ലെങ്കിൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ARP ഈസ് എ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടുന്ന്? ഫ്രം ദ IP അഡ്രസ്. അതിനാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ അഥവാ ARP യൂസ് ചെയ്യുന്നത്. ഇത് TCP/IP നെറ്റ്വർക്കിൻ്റെ TCP/IP മോഡലിൻ്റെ ഇൻ്റർനെറ്റ് ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. പിന്നെ അതിന് 2 പാർട്ടുണ്ട്. ഓക്കെ, ദർ ആർ 2 ടേംസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ARP പ്രോട്ടോക്കോൾ. ഒന്ന് ARP റിക്വസ്റ്റും ARP റിപ്ലൈയും. ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻഡർ വാണ്ട് ടു നോ ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ ഡിവൈസ്. ഇറ്റ് ബ്രോഡ്കാസ്റ്റ് ദ ARP റിക്വസ്റ്റ് ടു ദ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ കമ്പ്യൂട്ടറിനും വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ MAC അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ കമ്പ്യൂട്ടറിനും വ്യത്യസ്തമായിട്ടുള്ള IP അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കമ്പ്യൂട്ടറിനകത്തോട്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കും, നിങ്ങളുടെ IP അഡ്രസ് ഇന്നതാണോ. അപ്പോൾ എന്താണ്? ആ ഒരു റിക്വസ്റ്റ് എല്ലാ കമ്പ്യൂട്ടറിലും, എല്ലാ IP അഡ്രസ്സ് വഴിയുള്ള എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഈ ഒരു മെസ്സേജ് പോകും. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനകത്തും ഫിസിക്കൽ അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ടിട്ട് ഏതാണോ മാച്ച് ആവുന്നത്, ഏത് ഫിസിക്കൽ അഡ്രസ്സാണോ മാച്ച് ആവുന്നത്, ആ കമ്പ്യൂട്ടർ മാത്രം ഒരു റിപ്ലൈ കൊടുക്കും. ദിസ് ഈസ് ദ എന്താണ്? യുവർ റിക്വസ്റ്റഡ് MAC അഡ്രസ്. ഇതാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള MAC അഡ്രസ് എന്നിട്ട് ഒരു റിപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിവൈസ് എക്സിസ്റ്റിംഗ് ആണോ, ലോക്കൽ ഫിസിക്കൽ അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. വാണ്ട്സ് ടു നോ ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ ഡിവൈസ്. ARP റിപ്ലൈ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ടേം ഉണ്ട്. എവറി ഡിവൈസ് അറ്റാച്ച്ഡ് ടു നെറ്റ്വർക്ക് വിൽ ആക്സെപ്റ്റ് ദ ARP റിക്വസ്റ്റ് ആൻഡ് ദ പ്രോസസ് റിക്വസ്റ്റ്. ഓക്കെ, എല്ലാ കമ്പ്യൂട്ടറും ആ ഒരു പ്രോസസ്സ് അല്ലെ ആ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, all the device attached to the network will accept the ARP request and process request, but only recipient recognize the IP address and send back its physical address in the form of ARP reply. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ MAC അഡ്രസ് ആണോ മാച്ച് ആവുന്നത്, ആ ഒരു കമ്പ്യൂട്ടർ മാത്രം എന്താണ്? ഒരു റിപ്ലൈ കൊടുക്കും. ARP റിപ്ലൈ സെൻഡ് ചെയ്യും. ഇത് മാച്ചിങ് MAC അഡ്രസ്സാണ് അല്ലെങ്കിൽ മാച്ചിങ് ഫിസിക്കൽ അഡ്രസ് ആണെന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്യും. ദ റെസിപ്പിയൻറ്റ് ആഡ്സ് ദ ഫിസിക്കൽ അഡ്രസ് ബോത്ത് ടു ഇറ്റ്സ് ക്യാഷ് മെമ്മറി ആൻഡ് ദ ഡാറ്റാഗ്രാം ഹെഡർ. അപ്പോൾ ആ ഒരു ഡാറ്റ ഹെഡർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അതിനകത്തോട്ട് ആ ഫിസിക്കൽ അഡ്രസ്സ് കൂടെ അറ്റാച്ച് ചെയ്യും, MAC അഡ്രസ്സും കൂടെ അറ്റാച്ച് ചെയ്യും. അതാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളിൻ്റെ വർക്ക്. ഓക്കെ, ARP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണ്? കമ്പ്യൂട്ടറിനകത്തോട്ട് നെറ്റ്വർക്കിനകത്തോട്ട്
ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ഈ ഒരു ഫിസിക്കൽ ID എൻക്വയറി ചോദിച്ചും കൊണ്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആ റിക്വസ്റ്റ് നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലും റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് ഏതാണോ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ, അതായത് ഏതാണോ ഈ ഫിസിക്കൽ അഡ്രസ്സ് മാച്ച് ആവുന്നത്, ആ ഒരു കമ്പ്യൂട്ടർ മാത്രം റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോള് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇൻ്റർനെറ്റ് ലെയറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ് ICMP പ്രോട്ടോക്കോൾ അഥവാ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ARP പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളും. അപ്പോൾ ഇറ്റ് ഈസ് ദ മെക്കാനിസം യൂസ്ഡ് ബൈ ദ ഹോസ്റ്റ് ഓർ റൗട്ടേഴ്സ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ദ ഡാറ്റാഗ്രാം പ്രോബ്ലം ബാക്ക് ടു ദ സെൻഡർ. അത് നമ്മുടെ ഒരു എറർ കറക്ഷൻ പഠിച്ചില്ലേ, CRC എറർ കറക്ഷൻ പഠിച്ചില്ലേ, അതിനെപ്പറ്റി ഒരു ഇത് പഠിച്ചില്ല നമ്മൾ OSI മോഡലിനകത്ത്. CRC സിഗ്നൽ സെൻഡ് ചെയ്യും, അത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് എറർ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് റീസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ICMP പ്രോട്ടോക്കോളിലും വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെക്കാനിസം യൂസ്ഡ് ബൈ ദ ഹോസ്റ്റ് ഓർ റൗട്ടർ to send a notification regarding datagram problems back to the sender. A datagram travel from router to router until it reaches its destination. അല്ലേ, അത് നമുക്കറിയാം. ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്താണ് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസ് വഴിയും ട്രാവൽ ചെയ്യും അല്ലേ. റൗട്ടർ വഴി ട്രാവൽ ചെയ്യും, അതുപോലെ തന്നെ സ്വിച്ച് വഴി ട്രാവൽ ചെയ്യും. അപ്പോൾ ഏതായാലും ആ ഡെസ്റ്റിനേഷൻ വരെ അത് ട്രാവൽ ചെയ്യും. അതിന് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും നമ്മുടെ റൗട്ടർ കിടക്കുന്നത്. ഓക്കെ, ഇഫ് എ റൗട്ടർ ഈസ് അൺഅവൈലബിൾ ടു റൗട്ട് ദ ഡാറ്റ ബിക്കോസ് ഓഫ് സം അൺയൂഷ്വൽ കണ്ടീഷൻ സച്ച് ആസ് ഡിസേബിൾഡ് ലിങ്ക്, എ ഡിവൈസ് ഈസ് ഓൺ ഫയർ ഓർ നെറ്റ്വർക്ക് കൺജങ്ഷൻ, then ICMP protocol is used to inform the sender that the datagram is undeliverable. അതായത് ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഡിഫറെൻ്റ് ഡിവൈസുകൾ വഴി ഡെസ്റ്റിനേഷനിൽ എത്തണം. ഓക്കെ, അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്താത്ത കേസിൽ എന്താ ചെയ്യുക, ഈ ICMP പ്രോട്ടോക്കോള് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും സെൻഡർക്ക്. കാരണം സെൻഡറിൻ്റെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും ഈ ഒരു ഡാറ്റാഗ്രാമിൽ, അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ICMP പ്രോട്ടോക്കോള് ഈ ഡാറ്റയെ സെൻഡ് ചെയ്തത് ഏത് കമ്പ്യൂട്ടറാണോ ആ ഒരു സെൻറ്ററിലേക്ക് ഒരു മെസ്സേജ് അയക്കും, ഡാറ്റ പ്രോപ്പറായിട്ട് ഡെലിവേർഡ് ആയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് എന്താണ് സെൻറ്ററിന് വീണ്ടും ആ ഒരു മിസ്സിംഗ് ഡാറ്റേനെ റീസെൻഡ് ചെയ്യാനൊക്കെ പറ്റും. an ICMP protocol mainly use two terms. നമ്മൾ നേരത്തെ പറഞ്ഞ ARP ടേംസിനെ പറ്റി പറഞ്ഞതുപോലെ ICMP ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളും രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ICMP ടെസ്റ്റും ICMP റിപ്ലൈയും. ICMP ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ഡെസ്റ്റിനേഷൻ ഈസ് റീച്ചബിൾ ഓർ നോട്ട്. അപ്പോൾ ആ ഒരു സിഗ്നൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഈ ഒരു സിഗ്നൽ എത്തും. ICMP ടെസ്റ്റ് സിഗ്നൽ എല്ലാ കമ്പ്യൂട്ടറിലും എത്തും. ഓക്കെ, പക്ഷേ റിപ്ലൈ ICMP റിപ്ലൈ എന്നുള്ളത് എന്താണ്, ചെക്ക് വെദർ ദ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഈസ് റെസ്പോണ്ടിങ് ഓർ നോട്ട്. അപ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ സെൻറ്റർക്ക് മനസ്സിലാവും ഈ ഡാറ്റ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ICMP റിപ്ലൈ എന്നുള്ളത് അത് പോസിറ്റീവ് ആണെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ICMP ഡാറ്റ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡാറ്റ സെൻഡ് ചെയ്താൽ അത് റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ICMP ടെസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ റീച്ചബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും
ICMP റിപ്ലൈ എന്നുള്ളത് ആ ഒരു റിസീവിങ് സെക്ഷനിൽ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The core responsibility of ICMP protocol is to report the problems, not to correct them. The responsibility of the correction lies with the sender. അപ്പോൾ ICMP പ്രോട്ടോക്കോൾ എന്താണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അത് കറക്റ്റ് ചെയ്യൂല. ഓക്കെ, ഡാറ്റ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ ICMP പ്രോട്ടോക്കോൾ കൊടുക്കുന്നത്. ഓക്കെ, അത് ഡാറ്റേനെ കറക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതെന്താണ്, ഡാറ്റേനെ കറക്റ്റ് ചെയ്യാനും റീസെൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സെൻഡർക്കാണ്. ഓക്കെ, അപ്പോൾ കോർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ICMP പ്രോട്ടോക്കോൾ ഈസ് ടു റിപ്പോർട്ട് ദ പ്രോബ്ലംസ്. ഓക്കെ, പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്, കറക്റ്റ് ചെയ്യാന്നുള്ളത് അല്ല. നോട്ട് കറക്റ്റ് ദം. ICMP can send the messages only to the source but not to the intermediate router because the IP datagram carries the address of the source and destination but not the router that is passed to. അപ്പോൾ ICMP ഡാറ്റാഗ്രാമിനകത്ത്, അതായത് ഡാറ്റാഗ്രാമിനകത്ത് എന്താണുള്ളത്, സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഒരു സെൻഡർ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഡാറ്റ സെഗ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്കറിയാം അതിനകത്ത് MAC അഡ്രസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, IP അഡ്രസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് ആഡ് ചെയ്യും അല്ലേ. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഡെസ്റ്റിനേഷൻ പോർട്ട് ആഡ് ചെയ്യും അല്ലേ. ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, MAC അഡ്രസ്സ് ആഡ് ചെയ്യും, നെറ്റ്വർക്ക് ലെയറിനകത്ത് നിന്ന് IP അഡ്രസ്സ് ആഡ് ചെയ്യും, ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് നിന്ന് പോർട്ട് അഡ്രസ്സ് ആഡ് ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും ആഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും ഡാറ്റ കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെൻഡറിനെ ഇൻഫോം ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്ക് വരും, സെൻഡ് ചെയ്യേണ്ട ആളുടെ അഡ്രസ്സ് നമ്മൾ എഴുതും. അപ്പോൾ ആ ഡാറ്റ ഡെലിവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, ഡാറ്റ ഡെലിവറി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും അല്ലേ. ഏതാണ്ട് അതേപോലെ തന്നെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൊറിയർ അയക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മളെ അഡ്രസ്സ് ഉണ്ടാവും, ഡെസ്റ്റിനേഷനിൽ ആർക്കാണോ അവരുടെ അഡ്രസ്സ് ഉണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ കൊറിയർ തിരിച്ച് നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. ഓക്കെ, അത് ആ ഒരു രീതി തന്നെയാണ് ഈ ഡാറ്റ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു ഡാറ്റ പാക്കറ്റ് ആയാലും അതിനകത്ത് സെൻഡറിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, റിസീവറിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, ICMP ക്യാൻ സെൻഡ് മെസ്സേജസ് ഓൺലി ടു ദ സോഴ്സ്. ഓക്കെ, ബട്ട് നോട്ട് ടു ദ ഇൻ്റർമീഡിയറ്റ് റൗട്ടർ. റൗട്ടറിലേക്കല്ല അത് അയക്കുന്നത്. അതായത് റൗട്ടറിൽ ഈ ഒരു റിപ്ലൈ വന്നിട്ട് നിൽക്കൂല. ആ റിപ്ലൈ ഏതാണോ സോഴ്സ് ആ സോഴ്സിലോട്ടാണ് അയക്കുന്നത്. എക്സാമ്പിൾ ഓഫ് ഇൻ്റർനെറ്റ് ലെയർ ഡിവൈസ്. റൗട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ്റർനെറ്റ് ലെയറിനകത്ത് TCP/IP മോഡലിൽ ഇൻ്റർനെറ്റ് ലെയറിനകത്ത് യൂസ് ചെയ്യുന്നതാണ് റൗട്ടർ. പിന്നെ അതുപോലെ തന്നെ OSI മോഡലിനകത്ത് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് റൗട്ടർ അല്ലേ. നെറ്റ്വർക്ക് ലെയറിലാണ് OSI മോഡലിനകത്ത് ഇത് റൗട്ടർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനെറ്റ് ലെയറും സംടൈംസ് നോൺ ആസ് നെറ്റ്വർക്ക് ലെയറും അല്ലേ, നെറ്റ്വർക്ക് ലെയറായിട്ടും പറയപ്പെടുന്നുണ്ട്. അത് OSI മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. എ റൗട്ടർ ഈസ് എ സ്വിച്ച് ലൈക്ക് ഡിവൈസ് ദാറ്റ് റൗട്ട്സ് ഓർ ഫോർവേഡ് ഡാറ്റ പാക്കറ്റ് ബേസ്ഡ് ഓൺ ദെയർ IP അഡ്രസ്. IP അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം കറക്റ്റ് ലൊക്കേഷനിലേക്ക്, കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റയെ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റയെ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റയെ റൗട്ട് ചെയ്യുക എന്ന് പറയും. ആ റൂട്ട് തീരുമാനിച്ച് അവിടേക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് റൗട്ടറിൻ്റെ ഫങ്ഷൻ. റൗട്ടർ നോർമലി കണക്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്
and wide area network together and have dynamically updating routing table based on which they make decision on routing the incoming packets. അപ്പോൾ റൗട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അല്ലേ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് അതിൻ്റെ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിൽ വരുന്ന ഒരു ഡിവൈസാണ് റൗട്ടർ. ഇപ്പോൾ റൗട്ടറിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ റൗട്ടിംഗ് ടേബിൾ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എവിടേക്കാണോ ഡാറ്റ പാക്കറ്റ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡാറ്റയാണ് സ്വീകരിക്കേണ്ടത്, ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തൂടെ പാസ് ചെയ്തുള്ളൂ. മറ്റുള്ളതിനെ ഇഗ്നോർ ചെയ്യും. പിന്നെ ഒരു ഡിവൈസാണ് ബ്രൗട്ടർ. അത് കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ല. ബ്രൗട്ടർ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് റൗട്ടറാണ്. ഓക്കെ, ബ്രിഡ്ജായിട്ടും റൗട്ടറായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബ്രൗട്ടർ. ബ്രൗട്ടർ ഈസ് എ നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് വർക്ക് ആസ് എ ബ്രിഡ്ജ് ആൻഡ് എ റൗട്ടർ. ഓക്കെ, ഒരു ബ്രിഡ്ജായിട്ടും റൗട്ടറായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ദ ബ്രൗട്ടർ റൂട്ട്സ് പാക്കറ്റ്സ് ഫോർ നോൺ പ്രോട്ടോക്കോൾസ്. ഓക്കെ, പ്രോട്ടോക്കോൾസ് നോൺ പ്രോട്ടോക്കോൾ ആണെങ്കിൽ ആ ഡിവൈസ് എന്ത് ചെയ്യും? കറക്റ്റ് റൂട്ടിലോട്ട് റൗട്ടറിൻ്റെ ഫങ്ഷൻ ചെയ്യും. ഓക്കെ, അൺനോൺ പ്രോട്ടോക്കോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫോർവേഡ് ചെയ്യും നെക്സ്റ്റ് ലെയറിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിവൈസിലോട്ട് എന്താണ് അത് ഫോർവേഡ് ചെയ്ത് വിടും. അൺനോൺ പ്രോട്ടോക്കോൾസ് ആണ് സ്വീകരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നാളെ നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറും പിന്നെ ആപ്ലിക്കേഷൻ ലെയറും പഠിക്കണം.